Hi everyone, I'm Shamir. Welcome back. Learn English through reading newspaper. Reading newspapers will help you in your English learning journey. Reading newspapers really important for improving your English speaking skills. Please watch the video till the end. Definitely this video will help you to learn English. ബാംഗ്ലൂരു ഹൊറർ എന്നാൽ ഭീകരത, നടുക്കം ഇതൊക്കെയാണ് അർത്ഥം. ബാംഗ്ലൂരുവിൽ ഒരു ഭീകരമായിട്ടുള്ള ഒരു ഭയാനകമായ സംഭവം. മേൻ ഒരു പുരുഷൻ, അലേജഡ്ലി എന്നാൽ ആരോപിക്കപ്പെടുന്നത് എന്നുള്ള അർത്ഥമാണ്. അതായത് പത്രക്കാർക്ക് ലഭിച്ച വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള കാര്യമാണ്. അതാണ് മേൻ അലേജഡ്ലി. സ്ട്രാങ്കിൾ എന്നാൽ കഴുത്തു ഞെക്കിക്കൊല്ലുക എന്നുള്ള അർത്ഥമാണ്. സ്ട്രാങ്കിൾസ് സാധാരണയായിട്ട് പത്രങ്ങളുടെ തലക്കെട്ടുകൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലാണ് എഴുതുക. അതുകൊണ്ടാണ് ഇത് സ്ട്രാങ്കിൾസ് എന്ന് എഴുതിയിട്ടുള്ളത്. ഇത് പാസ്റ്റ് ടെൻസിൽ വായിക്കണം. അപ്പോൾ ഇങ്ങനെ വായിക്കണം: മാൻ അലേജഡ്ലി സ്ട്രാങ്കിൾഡ്. ഒരു പുരുഷൻ കഴുത്തു ഞെക്കി കൊലപ്പെടുത്തി, കഴുത്തു ഞെക്കി കൊന്നു. 20 year old ലിവിൻ പാർട്ട്ണർ എന്നാൽ അർത്ഥം വിവാഹം കഴിക്കാതെ ഒരുമിച്ച് ജീവിക്കുന്ന പങ്കാളി. ഇതാണ് അർത്ഥം, ഒരുമിച്ച് കഴിയുന്ന പങ്കാളി. ആ 20 വയസ്സ് പ്രായമുള്ള പങ്കാളിയെ ബാംഗ്ലൂരിൽ ഒരു പുരുഷൻ കഴുത്തു ഞെക്കി കൊലപ്പെടുത്തി. ഹി മെറ്റ് ഓൺ ഇൻസ്റ്റഗ്രാം. ഹി മെറ്റ് എന്നാൽ അദ്ദേഹം കണ്ടുമുട്ടിയ, ഇൻസ്റ്റഗ്രാമിലൂടെ കണ്ടുമുട്ടിയ ഒരു 20 വയസ്സുകാരിയായിട്ടുള്ള പങ്കാളി, കൂടെ താമസിക്കുന്ന ജീവിത പങ്കാളിയെ ഒരു യുവാവ് കഴുത്തു ഞെരുക്കി കൊലപ്പെടുത്തി. ഇതാണ് തലക്കെട്ട്. തീർച്ചയായും ഈ വാർത്തയിൽ നിന്ന് നിങ്ങൾക്ക് പുതിയ വാക്കുകളോ പുതിയ പ്രയോഗങ്ങളോ പഠിക്കാനായിട്ട് സാധിച്ചേക്കും. എ 20 year old woman. ഒരു 20 വയസ്സ് പ്രായമുള്ള സ്ത്രീ, അനുഷ എന്നാണ് പേര്. അനുഷ വാസ് അലേജഡ്ലി സ്ട്രാങ്കിൾഡ് ടു ഡെത്ത് ബൈ ഹെർ ലിവിൻ പാർട്ട്ണർ ശരത് 25. ഒരു 20 വയസ്സ് പ്രായമുള്ള അനുഷ എന്നു പേരുള്ള ഒരു സ്ത്രീ ഭർത്താവിനാൽ കഴുത്തു ഞെക്കി കൊല്ലപ്പെട്ടു. 25 വയസ്സ് പ്രായമുള്ള കൂടെ ജീവിക്കുന്ന പങ്കാളിയായിട്ടുള്ള ലിവിൻ പാർട്ണറായിട്ടുള്ള ശരത്ത് അനുഷ എന്നു പേരുള്ള ഒരു 20 വയസ്സ് പ്രായമുള്ള സ്ത്രീയെ കഴുത്തു ഞെക്കി കൊലപ്പെടുത്തി. ഇവിടെ അലേജഡ്ലി ആരോപിക്കപ്പെടുന്നത്, അതായത് ഇതുവരെ അദ്ദേഹം പ്രതിയാണെന്ന് തീരുമാനിച്ചിട്ടില്ല, ഉറപ്പുവരുത്തിയിട്ടില്ല. അതാണ് ഒരു ആരോപണത്തിൻ്റെ പേരിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിട്ടേ ഉള്ളൂ. അതാണ് അലേജഡ്ലി. അതായത് പത്രക്കാർക്ക് ലഭിച്ച വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള കാര്യമാണ്, അവർ പറയുന്നത് കാര്യമാണ്. അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അറ്റ് ദയർ റെൻറ്റഡ് ഹൗസ് ഇൻ മല്ലേശ്വരം, ബാംഗ്ലൂരു. റെൻറ്റഡ് ഹൗസ് എന്നാൽ വാടക വീട്. അവരുടെ ഈ ബാംഗ്ലൂരുവിൽ മല്ലേശ്വരം എന്ന പേരുള്ള സ്ഥലത്ത് അവരുടെ വാടക വീട്ടിലാണ് ഈ സംഭവം ഉണ്ടായത്. അവിടെ വച്ചാണ് കൊല്ലപ്പെട്ടത്. ഓൺ സാറ്റർഡേ നൈറ്റ്, ശനിയാഴ്ച ദിവസം രാത്രി. ശരത് ആൻഡ് അനുഷ, ശരത്തും അനുഷയും, ബോത്ത് രണ്ടുപേരും, നേറ്റീവ്സ് ഓഫ് സക്ലേഷ്പൂർ ഇൻ ഹസൻ ഡിസ്ട്രിക്ട്. നേറ്റീവ്സ് എന്നാൽ സ്വദേശികൾ. ഇവർ രണ്ടുപേരും സക്ലേഷ്പൂർ നിവാസികളാണ്. ഈ ഹസൻ ജില്ലയിലെ ഈ സ്ഥലത്തുള്ള നിവാസികളാണ് ഈ ശരത്തും അനുഷയും രണ്ടുപേരും. ഇവർ രണ്ടുപേരും ഹാഡ് റിപ്പോർട്ടഡ്ലി, ലഭിച്ച വിവരമനുസരിച്ച്, മെറ്റ് കണ്ടുമുട്ടി, ത്രൂ ഇൻസ്റ്റഗ്രാമിലൂടെ കണ്ടുമുട്ടി. ആൻഡ് ഹാഡ് ബീൻ ലിവിങ് ടുഗദർ, അവർ ഒരുമിച്ച് ജീവിക്കുകയായിരുന്നു. ടുഗദർ എന്നാൽ ഒരുമിച്ച്. ഇൻ ബാംഗ്ലൂരുവിൽ ഫോർ ദ പാസ്റ്റ് 6 months, കഴിഞ്ഞ 6 മാസങ്ങളായിട്ട് അവർ ബാംഗ്ലൂരുവിൽ ഒരുമിച്ച് ജീവിക്കുകയായിരുന്നു. ഇത് ലഭിച്ച വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള കാര്യമാണ്. അതാണ് റിപ്പോർട്ടഡ്ലി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അക്കോർഡിംഗ് ടു പോലീസ് പറയുന്ന വിവരപ്രകാരം, പോലീസ് പറയുന്നതനുസരിച്ച്, ദ കപ്പിൾ, ഈ ദമ്പതിമാർ, ഫ്രീക്വൻ്റ്ലി ആർഗ്യൂഡ്. ഫ്രീക്വൻ്റ്ലി എന്നാൽ പതിവായി എന്നുള്ള അർത്ഥമാണ്. പലപ്പോഴും അല്ലെങ്കിൽ കൂടെ ഇതൊക്കെയാണ് അർത്ഥം. ആർഗ്യൂ എന്നാൽ തർക്കിക്കുക. പോലീസ് പറയുന്ന വിവരപ്രകാരം ആ ദമ്പതികൾ പതിവായിട്ട് തർക്കങ്ങളിൽ ഏർപ്പെടാറുണ്ടായിരുന്നു. രണ്ടുപേരും വഴക്കിൽ ഏർപ്പെടാറുണ്ടായിരുന്നു. ഫ്രീക്വൻ്റ്ലി എന്നാൽ പതിവായിട്ട് അല്ലെങ്കിൽ ഇടയ്ക്കിടെ, ഇതൊക്കെയാണ് അർത്ഥം. അനുഷ ഹാഡ് ഏർലിയർ ലെഫ്റ്റ് ഫോർ സക്ലേഷ്പൂർ ഫോളോവിങ് ഡിസ്പ്യൂട്ട്സ്.
ഡിസ്പ്യൂട്ട്സ് എന്നാൽ വഴക്കുകൾ എന്നുള്ള അർത്ഥമാണ്. ഫോളോയിങ് ഡിസ്പ്യൂട്ട്സ് എന്നാൽ തർക്കങ്ങളെ തുടർന്ന് എന്നുള്ള, ഈ വഴക്കുകളെ തുടർന്ന്. ഏർലിയർ എന്നാൽ മുമ്പ്, നേരത്തെ. ഈ വഴക്കുകളെ തുടർന്ന് അനുഷ മുമ്പ് സക്ലേഷ്പൂരിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ബട്ട് എന്നാൽ ശരത് ഹാഡ് ബ്രോട്ട്, ശരത്ത് കൊണ്ടുവന്നതായിരുന്നു അവളെ. ബട്ട് ശരത് ഹാഡ് ബ്രോട്ട് ബാക്ക്, തിരിച്ചു കൊണ്ടുവന്നു. ബ്രോട്ട് ഹെർ ബാക്ക്, അവളെ തിരിച്ചു കൊണ്ടുവന്നു. ടു ബാംഗ്ലൂരു, ബാംഗ്ലൂരുവിലേക്ക്. ജസ്റ്റ് 2 days ബിഫോർ ദി ഇൻസിഡൻറ്റ്, ഇൻസിഡൻറ്റ് എന്നാൽ സംഭവം, ബിഫോർ എന്നാൽ മുമ്പ്. എന്നാൽ ഈ സംഭവത്തിന് വെറും 2 ദിവസങ്ങൾക്ക് മുമ്പ് ശരത്ത് അവളെ വീണ്ടും ബാംഗ്ലൂരുവിലേക്ക് തിരികെ കൊണ്ടുവന്നതായിരുന്നു. അനദർ, മറ്റൊരു. ക്വാറൽ, ക്വാറൽ എന്നാൽ വഴക്ക് എന്നുള്ള അർത്ഥമാണ്. അനദർ ക്വാറൽ, മറ്റൊരു വഴക്ക്. ബ്രോക്ക് ഔട്ട്, പൊട്ടിപ്പുറപ്പെട്ടു. അവരുടെ ഇടയിൽ മറ്റൊരു വഴക്ക് ഉണ്ടായി. ആഫ്റ്റർ ഹെർ റിട്ടേൺ, ഹെർ റിട്ടേൺ എന്നാൽ അവളുടെ തിരിച്ചുവരൽ. ആഫ്റ്റർ എന്നാൽ ശേഷം, അവളുടെ തിരിച്ചുവരവിന് ശേഷം മറ്റൊരു വഴക്ക് പൊട്ടിപ്പുറപ്പെട്ടു. ആൻഡ് ഡ്യൂറിങ് ദ ഹീറ്റഡ് ആർഗ്യുമെൻറ്റ്, ആർഗ്യുമെൻറ്റ് എന്നാൽ വഴക്ക്, ഹീറ്റഡ് ആർഗ്യുമെൻറ്റ് എന്നാൽ ഭയങ്കരമായിട്ടുള്ള വഴക്ക്. ഡ്യൂറിങ് എന്നാൽ അതിനിടയിൽ, ആ ഭയങ്കരമായിട്ടുള്ള വഴക്കിനിടയിൽ. ശരത് അലേജഡ്ലി സ്ട്രാങ്കിൾഡ് അനുഷ ടു ഡെത്ത്, സ്ട്രാങ്കിൾ ടു ഡെത്ത് എന്നാൽ കഴുത്ത് ഞെക്കി കൊലപ്പെടുത്തുക. ശരത് അലേജഡ്ലി സ്ട്രാങ്കിൾഡ് അനുഷ ടു ഡെത്ത്, അനുഷയെ കഴുത്ത് ഞെക്കി കൊലപ്പെടുത്തിയെന്നാണ് ആരോപിക്കപ്പെടുന്നത്. ഈ വഴക്കിനിടയിൽ ശരത്ത് അവളുടെ കഴുത്ത് ഞെക്കി കൊലപ്പെടുത്തിയെന്നാണ് ആരോപിക്കപ്പെടുന്നത്. അനുഷ വാസ് റിപ്പോർട്ടഡ്ലി നീദർ സ്റ്റഡിയിങ് നോർ എംപ്ലോയിഡ്. നെയ്തർ നോർ എന്നൊക്കെ പറഞ്ഞാൽ അതുമല്ല ഇതുമല്ല എന്നൊക്കെയുള്ള അർത്ഥമാണ്. അതുമില്ല ഇതുമില്ല, ഇതൊക്കെയാണ് അർത്ഥം. നീദർ നോർ. റിപ്പോർട്ടുകൾ പ്രകാരം, ലഭിച്ച വിവരപ്രകാരം, നീദർ സ്റ്റഡിയിങ് നോർ എംപ്ലോയിഡ്, അനുഷ പഠിക്കുകയുമല്ല അതുപോലെ ജോലി ചെയ്യുകയുമല്ല. അതാണ്, പഠിക്കുകയുമല്ല ജോലി ചെയ്യുകയും അല്ല. അനുഷ വാസ് റിപ്പോർട്ടഡ്ലി നീദർ സ്റ്റഡിയിങ് നോർ എംപ്ലോയിഡ്. അനുഷ പഠിക്കുകയുമല്ല ജോലി ചെയ്യുകയുമല്ല. ഇത് രണ്ടും അനുഷ ചെയ്യുന്നില്ല. പോലീസ് സോഴ്സസ്, പോലീസ് വൃത്തങ്ങൾ പറഞ്ഞു. ഷീ ഹാഡ് നോ സർവൈവിങ് പേരൻസ്. സർവൈവിങ് പേരൻസ് എന്നാൽ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾ. അവളുടെ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്നില്ല. ആൻഡ് വാസ് ലിവിങ്, അവൾ ജീവിക്കുകയായിരുന്നു, താമസിക്കുകയായിരുന്നു. ഇതൊക്കെയാണ് അർത്ഥം. ലിവിങ്, വാസ് ലിവിങ് വിത്ത് സപ്പോർട്ട് ഫ്രം ഹെർ എൽഡർ സിസ്റ്റർ. എൽഡർ സിസ്റ്റർ എന്നാൽ മൂത്ത സഹോദരി. വിത്ത് സപ്പോർട്ട് എന്നാൽ സഹായത്തോടെ. ഫ്രം ഹെർ എൽഡർ സിസ്റ്റർ, അവളുടെ മൂത്ത സഹോദരിയുടെ സഹായത്തോടെ എന്നാണ് അർത്ഥം. റിപ്പോർട്ടുകൾ പ്രകാരം, ലഭിച്ച വിവരപ്രകാരം അനുഷ പഠിക്കുകയോ ജോലി ചെയ്യുകയോ ചെയ്തിരുന്നില്ല. അവളുടെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല. അവൾ മൂത്ത സഹോദരിയുടെ സഹായത്തോടെയായിരുന്നു താമസിച്ചിരുന്നത് എന്ന് പോലീസ് വൃത്തങ്ങൾ പറഞ്ഞു. പോലീസ് സോഴ്സസ് എന്നാൽ പോലീസ് വൃത്തങ്ങൾ. ശരത് ഹു വർക്ക്ഡ് ആസ് എ വാട്ടർ ടാങ്കർ ഡ്രൈവർ. ശരത്ത് ഒരു വാട്ടർ ടാങ്കർ ഡ്രൈവറായിട്ട് ജോലി ചെയ്യുകയായിരുന്നു. റിപ്പോർട്ടഡ്ലി, ലഭിച്ച വിവരപ്രകാരം. ഹാൻഡിൽഡ് മോസ്റ്റ് ഹൗസ് ഹോൾഡ് റെസ്പോൺസിബിലിറ്റീസ്. റെസ്പോൺസിബിലിറ്റീസ് എന്നാൽ ഉത്തരവാദിത്തങ്ങൾ. ഹൗസ് ഹോൾഡ് റെസ്പോൺസിബിലിറ്റീസ് എന്നാൽ വീട്ടിലെ ഉത്തരവാദിത്തങ്ങൾ, കുടുംബവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ. ഹാൻഡിൽ എന്നാൽ കൈകാര്യം ചെയ്യുക എന്നുള്ള അർത്ഥമാണ്. ഹാൻഡിൽഡ് എന്നാൽ കൈകാര്യം ചെയ്തിരുന്നത്, അതായത് ഇവിടെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് നിർവഹിച്ചിരുന്നത് എന്നുള്ള അർത്ഥമാണ്. വാട്ടർ ടാങ്കർ ഡ്രൈവറായി ജോലി ചെയ്തിരുന്ന ശരത്ത് വീട്ടുചെലവുകളും മറ്റു കുടുംബ ഉത്തരവാദിത്തങ്ങളും കൂടുതലായിട്ടും അദ്ദേഹമായിരുന്നു വഹിച്ചിരുന്നത് എന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. ലഭിച്ച വിവരപ്രകാരം. ആഫ്റ്റർ ദ മർഡർ, കൊലപാതകത്തിന് ശേഷം. ശരത് അലേജഡ്ലി ഇൻഫോംഡ് എ ലോയർ എബൌട്ട് ദി ഇൻസിഡൻറ്റ് ഓൺ മൺഡേ. ഇൻഫോംഡ് എന്നാൽ അറിയിച്ചു. എ ലോയർ ഒരു അഭിഭാഷകനെ. എബൌട്ട് ദി ഇൻസിഡൻറ്റ് ഈ സംഭവത്തെപ്പറ്റി. ഓൺ മൺഡേ തിങ്കളാഴ്ച. കൊലപാതകം ചെയ്തതിന് ശേഷം ശരത്ത് തിങ്കളാഴ്ച ഈ സംഭവത്തെക്കുറിച്ച് ഒരു അഭിഭാഷകനെ അറിയിച്ച് എന്നാണ് ആരോപിക്കപ്പെടുന്നത്, പറയപ്പെടുന്നത്.
ദ ലോയർ അഭിഭാഷകൻ ഇമീഡിയറ്റ്ലി എന്നാൽ പെട്ടെന്ന് അലേർട്ടഡ് ദ പോലീസിനെ അറിയിച്ചു. അഭിഭാഷകൻ പെട്ടെന്ന് പോലീസിനെ അറിയിച്ചു. ലീഡിങ് ടു എ സ്വിഫ്റ്റ് ഇൻവെസ്റ്റിഗേഷൻ എന്നാൽ അന്വേഷണം, സ്വിഫ്റ്റ് എന്നാൽ പെട്ടെന്ന്. ഇത് പെട്ടെന്നുള്ള ഒരു അന്വേഷണത്തിലേക്ക് നയിച്ചു. പോലീസ് ഇതിനെ തുടർന്ന് വിവരം ലഭിച്ച ഉടനെ പോലീസ് പെട്ടെന്ന് അന്വേഷണം ആരംഭിച്ചു. ശശാദിപുരം പോലീസ് രജിസ്റ്റേർഡ് എ കേസ്. പോലീസ് ഒരു കേസ് രജിസ്റ്റർ ചെയ്തു. ട്രാക്ക് ഡൗൺ ആൻഡ് അറസ്റ്റഡ് ശരത്. ട്രാക്ക് ഡൗൺ എന്നാൽ പിന്തുടർന്ന് പിടികൂടുക എന്നുള്ള അർത്ഥമാണ്. ട്രാക്ക് ഡൗൺ പിന്തുടർന്ന് പിടികൂടി ആൻഡ് അറസ്റ്റഡ് ശരത്. എന്നിട്ട് ശരത്തിനെ അറസ്റ്റ് ചെയ്തു. ആൻഡ് ആർ കരൻലി എന്നാൽ നിലവിൽ. കോണ്ടക്റ്റിംഗ് ഫേർദർ ഇൻ്ററോഗേഷൻ എന്നാൽ ചോദ്യം ചെയ്യൽ എന്നുള്ള അർത്ഥമാണ്. ഫേർദർ എന്നാൽ കൂടുതൽ. കരൻലി എന്നാൽ നിലവിൽ. കണ്ടക്റ്റിംഗ് എന്നാൽ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള അർത്ഥമാണ്. ശേഷാദ്രിപുരം പോലീസ് ഒരു കേസ് രജിസ്റ്റർ ചെയ്ത് പിന്തുടർന്ന് ശരത്തിനെ പിടികൂടി അറസ്റ്റ് ചെയ്തു. നിലവിൽ അദ്ദേഹത്തെ കൂടുതൽ കാര്യങ്ങൾ ലഭിക്കാൻ വേണ്ടി ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അനുഷയുടെ മൃതദേഹം ഹാസ് ബീൻ ഹാൻഡഡ് ഓവർ എന്നാൽ കൈമാറുക എന്നുള്ള അർത്ഥമാണ്. അനുഷാസ് ബോഡി ഹാസ് ബീൻ ഹാൻഡഡ് ഓവർ. അനുഷയുടെ മൃതദേഹം കൈമാറി ടു ഹെർ ഫാമിലി, അവളുടെ ബന്ധുക്കൾക്ക്. ആഫ്റ്റർ പോസ്റ്റ്മോർട്ടം പ്രൊസീജിയേഴ്സ് എന്നാൽ നടപടിക്രമങ്ങൾ. പോസ്റ്റ്മോർട്ടം നടപടിക്രമങ്ങൾക്ക് ശേഷം അവളുടെ മൃതദേഹം ബന്ധുക്കൾക്ക് കൈമാറി.